കേരളത്തിൽ കോൺഗ്രസ് നന്നാവില്ല എന്ന ശപഥം എടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നേതൃമാറ്റത്തിൽ പോലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. തെരഞ്ഞെടുപ്പ് മുൻപിൽ നിൽക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, തദ്ദേശം, പിന്നീട് 26-ൽ നിയമസഭ. ഒരു വലിയൊരു പരിതാപകരമായ അവസ്ഥയിലേക്കല്ലേ പോകുന്നത്? നന്നാവില്ല ശബ്ദം എടുത്തതല്ല, അങ്ങനെ അതിന് കാര്യമൊന്നുമില്ല. അവർ ബേസിക്കലി അവരുടെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ അവരിപ്പോൾ ഒരു ഇനേർഷ്യയിലാണ്. ആ ഇനേർഷ്യ എന്ന് വെച്ചാൽ ഇന്ത്യ ഭരിക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ്, കേരളം ഭരിക്കുന്നത് കെ കരുണാകരനാണ്. എല്ലാ ഗ്രാമാന്തരങ്ങളിലും കോൺഗ്രസ് നല്ല സംഘടനാ സംവിധാനമുണ്ട്. അപ്പം ഒരു ഇലക്ഷൻ സമയത്ത് അതൊന്ന് ആക്റ്റീവ് ആക്കിയാൽ മതി, ജയിച്ചു വരും. പിന്നെ നമ്മൾ നേതാക്കന്മാർ ഒരു വെളുത്ത അംബാസഡറിൽ കയറി ആ സമയത്തിന് അവിടെ എത്തിയാൽ മതി. പ്രവർത്തകരുണ്ടാവും, വേദി ഉണ്ടാവും, മയക്കുണ്ടാവും, ഒന്ന് പ്രസംഗിച്ച് നമ്മളങ്ങ് പോന്നാൽ മതി. അതേപോലെ തന്നെ നമ്മൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇവിടെ കോടി കടന്ന് കുറച്ച് കല്ലുകളൊക്കെ ഇട്ടാൽ മതി. പിന്നെ 5 വർഷം കഴിയുമ്പോൾ വേണം കല്ലൊന്ന് പുതുക്കിയാൽ മതി. കാര്യങ്ങളൊക്കെ നടന്നോളും. നമ്മൾ കഥകിട്ട് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ MLA മന്ത്രി എന്തെങ്കിലുമൊക്കെ ആവും. പിന്നെ നമ്മളെ മക്കളെ ഭാവി രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാം. അങ്ങനെ അതത്രേ ഉള്ളൂ. കുന്തഗ്രസിൻ്റെ ഒരു നോവലുണ്ട്, ടിൻഡ്രം എന്നിട്ട് അതിൻ്റെ പേര്, തകരച്ചണ്ട. അതിൽ കുള്ളനായി മാധവ ഒരു ക്യാരക്ടറാണ്. അയാൾ വളരില്ല, അയാൾ കുള്ളനാണ് അയാൾ. ഒരു കാലഘട്ടം സ്റ്റാഗ്നൻ്റായി നിൽക്കുന്ന ഒരു അവസ്ഥയെ പറ്റിയാണ് നോവൽ പറയുന്നത്. അതാണ് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ. അവർ വാജ്പേയി വന്നെന്നോ മോഡി വന്നോ എന്ന് അവരെ മനസ്സ് ഉൾക്കൊണ്ടിട്ടില്ല. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയാണ്, കോൺഗ്രസ്സാണ്, ഗ്രൂപ്പാണ് കോൺഗ്രസ്സിനെ നിലനിർത്തുന്നത്. ഗ്രൂപ്പില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല. നിങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങൾ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും പറയാനില്ല, പറയേണ്ടതുമില്ല. അവർക്കേണ്ടി നിങ്ങളൊന്നും ചെയ്യാനുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ മാത്രം. അതാണെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനം. ഇപ്പോൾ CPM എന്തുകൊണ്ടാണ് അവർ ഗ്രൂപ്പല്ലല്ലോ പറയുന്നത്? ഗ്രൂപ്പുണ്ടെങ്കിൽ അവർ വാലടിച്ചകത്ത് നിന്ന് സംസാരിക്കും. അവർക്ക് കുറച്ചൊക്കെ പുറത്തോടെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, കുറച്ചെങ്കിലും. അല്ലെങ്കിൽ ഈ പാർട്ടി നിലനിൽക്കേണ്ടത് അവരുടെ താല്പര്യങ്ങൾക്ക് ആവശ്യമാണ് എന്നുള്ള തോന്നൽ അവർക്കുണ്ട്. അതുകൊണ്ട് മതനിരപേക്ഷത, ജനാധിപത്യം, ഇതൊന്നും അവർക്ക് വലിയ കാര്യമൊന്നും ഇല്ലെങ്കിൽ പോലും അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിലവർ ഇടപെടുകയും ചെയ്യും, അത്തരം വിഷയങ്ങൾ വരും. പിന്നെ സാധാരണക്കാരൻ്റെ വീട്, കുടിവെള്ളം, ഇതൊക്കെ അവർ ഉറപ്പുവരുത്താൻ അവർ ശ്രമിക്കുകയും ചെയ്യും. പിന്നെ അവർ കൃത്യമായ സമ്മേളനം കൂടി കൃത്യമായ പുതിയ ലീഡർഷിപ്പിനെ കൊണ്ടുവരും. അവർക്ക് ആ സംഘടന അവർക്ക് നിലനിർത്താം. അതാണ് അതിൻ്റെ കാര്യം. BJP-ക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? BJP-ക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായ ഈ ഇതൊന്നുമില്ല, സമ്മേളനം നടത്തുന്ന പരിപാടിയൊന്നുമില്ല. പക്ഷേ RSSന് കൃത്യമായ സംഘടനാ സംവിധാനമുണ്ട്. 2, നാഷണൽ ഇൻട്രസ്റ്റിൻ്റെ കാര്യത്തിൽ അവർ കോംപ്രമൈസ് ചെയ്യില്ല. ഇന്ത്യയും വലിയ ഭീഷണിയിലാണ്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞങ്ങളേ ഉള്ളൂ, നമ്മൾ നിന്നേ പറ്റുള്ളൂ എന്ന് തോന്നല അവർക്ക്. അതുകൊണ്ട് അവർ ഉള്ളിൽ എന്ത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും അവർ പുറത്ത് വളരെ അത് കാണിക്കില്ല. പക്ഷെ അതുപോലല്ല കോൺഗ്രസ് അങ്ങനെ പ്രത്യേകിച്ച്. ഇന്ത്യ ഓൾറെഡി സെക്യുലറാണ്. ഇനിയിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ചെയ്യേണ്ടത് ജനാധിപത്യമുണ്ട്, ഇലക്ഷനൊക്കെ നടത്താൻ. അതുകൊണ്ട് അതിൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പാവങ്ങൾ അവർ ചാൻസ് കിട്ടി അവർ രക്ഷപ്പെട്ടോളൂ. നമ്മൾ ചില പോളിസീസൊക്കെ കൊണ്ടുവന്നാൽ മതി. പക്ഷേ ഈ സാമുദായിക സംഘടനകളുടെ ഒരു ഇടപെടൽ ഇതിനകത്ത് നിൽക്കുന്നില്ലേ ഈ KPCC അധ്യക്ഷ സ്ഥാനത്തെ? ഇപ്പം ക്രൈസ്തവരെ ആരെങ്കിലും തന്നെ അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. കാരണം ക്രൈസ്തവരല്പം മാറി നിൽക്കുന്നുണ്ടല്ലോ പാർട്ടിയിൽ നിന്ന്. അപ്പോൾ ഈഴവരെന്ത് ചെയ്യും? അതാണ് പ്രശ്നം. ഈഴവ പ്രാതിനിധ്യം ഇല്ലാതെ വരും. ആകെ ഇപ്പോൾ ഉള്ളത് സുധാകരൻ മാത്രമാണ് ആ സ്ഥാനത്തിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന് അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വയലാരവിനെ പോകാൻ പറ്റുമെങ്കിൽ. കാരണം വയലാരവി ഈഴവനാണ്, മേസി ശ്രീയൻ ക്രിസ്ത്യാനിയാണ്. വയലാരവിനെ മോനെ ആക്കിയാൽ മതി, 2 കോമ്പിനേഷൻ നടക്കും. അയാൾക്ക് അതിലൊന്നും താല്പര്യമില്ല തോന്നുന്നു. അയാൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നതാണ്. നിർബന്ധിച്ച് അച്ഛൻ്റെ അമ്മയുടെ പാരമ്പര്യമൊക്കെ പറഞ്ഞ് ഈ പാർട്ടിയെ രക്ഷപ്പെടുത്താമെന്ന് കാലടിച്ചാൽ ചിലപ്പോൾ അവരാരെങ്കിലുമൊക്കെ വരാൻ മതി. അതാണ് എൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ. കാരണം ഈ സാധനം വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേ വെള്ളാപ്പള്ളി തുടങ്ങും. കേരളത്തിൽ ഈഴവരുടെ വോട്ടില്ലാതെ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ പറ്റുന്നില്ല. കാരണം ഒരു വിഭാഗം ഈഴവരുടെ വോട്ട്, ഇപ്പോൾ ബാബു അല്ലെങ്കിൽ നമ്മുടെ ഇയാളുണ്ടല്ലോ അടൂർ പ്രകാശ്, ഇവരൊക്കെ എങ്ങനെ ജയിക്കുന്നത്? ഈഴവരുടെ വോട്ടുണ്ടല്ലേ. അപ്പം വെള്ളാപ്പള്ളി കത്തിച്ചാൽ ചിലപ്പോൾ അത് കത്തും. അപ്പം എന്ത് ചെയ്യും? 2 പ്രധാനപ്പെട്ട പ്ലം പോസ്റ്റുകളാണ് ഉള്ളത്. 1 പ്രതിപക്ഷ നേതാവിൻ്റെത്, 2 KPCC പ്രസിഡന്റ്. പ്രതിപക്ഷ നേതാവായിട്ടൊരു നായരുണ്ട്. ആ നായരെ പക്ഷേ NSS അംഗീകരിച്ചിട്ടൊന്നുമില്ല.
എന്നാണ് എനിക്ക് ഓരോരുത്തരും നല്ല ബന്ധം എന്താണ് ഇയാളായിട്ടും തോന്നിയിട്ടില്ല. അത് NSS കുഴപ്പമില്ല, ഇങ്ങനെ കുഴപ്പമാണ്. രണ്ടാമത്തെ കാര്യം KPCC പ്രസിഡൻ്റാണ്. അത് മുസ്ലിംസ് തൽക്കാലം നമുക്ക് ലീഗ് ഉള്ളതുകൊണ്ട് മുസ്ലിംസിന് നമുക്ക് ലീഗിന് കൊടുക്കാം. അപ്പം മുസ്ലിം കാര്യങ്ങൾ ലീഗ് നോക്കിക്കോളും എന്ന് വിചാരിക്കും. എന്നാലും ക്രിസ്ത്യാനി ഇഴവനും പുറത്തെടുക്കല്ലേ. അപ്പം നിങ്ങളെന്ത് ചെയ്യും? പക്ഷേ ക്രൈസ്തവർ BJPയോട് അടുത്ത് നിൽക്കുകയല്ലേ, അത് കോൺഗ്രസിനൊരു തിരിച്ചടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. BJPയുടെ അങ്ങനെ അടുത്തിട്ടൊന്നുമില്ല. സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടിയെന്ന് നോക്കണം. ഇപ്പോൾ അവർക്ക് ഉള്ളിൽ പേടിയുണ്ട്. ജ്യോതികുര്യൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഇപ്പം അനൂപ് ആന്റണീനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഷോൺ ജോർജ്, PC ജോർജ് ഉണ്ട്. പക്ഷേ തോമസ് ഇതൊന്നും വലിയ രീതിയിൽ വോട്ട് ടൈം ആവുമെന്ന് കരുതണ്ട. തൃശ്ശൂർ വോട്ട് ടൈം അത് പ്രത്യേക സാഹചര്യമാണ്. സുരേഷ് ഗോപിയോടുള്ള സ്നേഹം, സിനിമാക്കാരനെന്നുള്ള ആ സിനിമാക്കാരൻ മാത്രമല്ല, അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല മനുഷ്യനാണ്. പിന്നെ അവർ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ സുരേഷ് ഗോപി നമ്മളെ സ്വന്തം പയ്യനാ മോഡി ഒരു മെസ്സേജ് കൊടുത്തിരുന്നു. അതവിടെ അവിടുത്തെ ഇഴവരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളൊക്കെ നല്ല ബിസിനസ്സല്ല. മുസ്ലിം വോട്ടും കുറച്ച് കിട്ടിയിട്ടുണ്ട് സുരേഷ് ഗോപി. കംപ്ലീറ്റ് തീരെ കിട്ടാതെന്നല്ല, കുറച്ച് വോട്ട് മുസ്ലിം വോട്ടും കിട്ടി. അതങ്ങനെ വന്നൊരു സംഭവമാണ്. ഇപ്പോഴും ക്രിസ്ത്യൻസിന് ഉള്ളിലൊരു പേടിയുണ്ട്. കാരണം ഇവർ ഈ ക്രിസ്ത്യൻസിൻ്റെ മുസ്ലിംസിൻ്റെ ക്രിസ്ത്യൻസിൻ്റെ മുസ്ലിമിൻ്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തകർത്ത് കളഞ്ഞ BJP. കാരണം ഇന്ത്യയിൽ ഈ രണ്ട് വിഭാഗങ്ങൾ സപ്പോർട്ടില്ലെങ്കിൽ ഭരിക്കാൻ പറ്റില്ലെന്ന അവസ്ഥ ഉണ്ടായി. BJP നിങ്ങളെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന് തന്നെ ഉത്തരേന്ത്യ പറഞ്ഞു. വോട്ട് അവരെ റെലവൻ്റ് അല്ല. മുസ്ലിം വോട്ട് നോക്കുന്നില്ല, ക്രിസ്ത്യൻ വോട്ട് നോക്കുന്നില്ല. കേരളത്തിൽ മാത്രമാണ് ക്രിസ്ത്യൻ വോട്ട് കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു പേടിയുണ്ട്. കാരണം എന്ത് റെലവൻസാണ് നമുക്കുള്ളത് BJPയിൽ? നാളെ വന്ന് കോൺഗ്രസ് കൂടി കേരളത്തിലും കൂടി തകർത്ത് കളഞ്ഞാൽ നാളെ അവർക്ക് ഈ മറ്റു പാർട്ടിയിലുള്ള ഹിന്ദുക്കളും കൂടി അതിലേക്ക് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് റെലവൻസ് എന്നുള്ള ചോദ്യം മുസ്ലിംസിനും ക്രിസ്ത്യൻസ് ഉണ്ട്. മുസ്ലിംസിന് BJPയിൽ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ക്രിസ്ത്യൻസിന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ അവരുടെ റെലവൻസ് പോകുന്നുള്ള പേടി അവർക്കുണ്ട്. അതാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് അത്ര എളുപ്പമല്ലത്. പക്ഷേ ഇപ്പോൾ അവർ ക്രിസ്ത്യൻസ് കൂടുതൽ നിൽക്കുന്നു. ഇപ്പോൾ CPM-നോട് അടുക്കുന്നുണ്ട്. CPM അവർക്ക് നല്ല പ്ലേസ്മെൻറ്റ്. ഇപ്പം വീണ ജോർജിന് എങ്ങനെയാണ് അവിടെ CPM അതിനെ മറ്റേ ഇയാളുണ്ടെന്നാ രാജു അബ്രഹാമിനൊക്കെ മോളായിട്ടല്ലേ ഇവർക്കിപ്പോൾ അവർ പിന്നെ അവരെ നേതാവാക്കിയിരിക്കുന്നു. പ്രത്യേക ക്ഷണിതാവല്ല, മന്ത്രിയാക്കിയില്ലേ. രാജു ഉത്തരാല MLA ആയിരുന്ന ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് MLA ആയിരുന്ന ആളാണ് രാജുവിന് ഒരിക്കൽ പോലും മന്ത്രിയാക്കിയിട്ടില്ല. 5 തവണ. ഇവരൊരു സുപ്രഭാതത്തിൽ ഇവർ വിടുന്നു, രണ്ടാമത്തെ ടൈമിൽ ഇവർ മന്ത്രി. റാന്നിയിലെ ജ്യോതി ബസു എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ആലോചിച്ചു. അപ്പോൾ CPM ആ രീതിയിൽ പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ MLA-മാരിൽ നല്ലൊരു പങ്കും ക്രിസ്ത്യൻ ചെറുപ്പക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഭാര്യമാർ പലരും ക്രിസ്ത്യാനികളാണ്, പല ആളുകളുടെ. അപ്പോൾ ഇതൊക്കെ തന്നെ പ്രോഗ്രസീവ് ക്രിസ്ത്യൻസാണ്. പക്ഷേ ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ബേസിക്കലി സ്വഭാവം ഹിന്ദുക്കളെ പോലെ അല്ല. ഹിന്ദുക്കളെ യുക്തിവാദം നടന്നിട്ട് ഗണേശനെയും ശിവനെയൊക്കെ എടുത്തിട്ട് തോട്ടിലറിയും. മുസ്ലിംസും ക്രിസ്ത്യാനികളും യുക്തിവാദം നടന്നിട്ട് എവിടെയെങ്കിലൊക്കെ അള്ളയും ജീസസും ഒക്കെ ഉണ്ടാവും. ഈ ആൻ്റണിയെയും സണ്ണി ജോസഫിനെയും ഒക്കെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊക്കെ വിജയകരമായി മാറും. ആര് വന്നാലും ഇപ്പം വിജയകരമാവില്ല. അതാണ് കോൺഗ്രസിൻ്റെ സ്ഥിതി. ആകപ്പാടെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായി ഈ സുധാകരനായി. പക്ഷെ അദ്ദേഹത്തിന് ഏജ് ആയിപ്പോയി. നിങ്ങൾ 2 താഴെത്തട്ടിൽ പാർട്ടി ഉണ്ടാക്കണം. താഴെത്തട്ടിൽ ഞാനെ പോയി പറയാറുണ്ട്. താഴെത്തട്ടിൽ പാർട്ടി ഉണ്ടാക്കണം എന്ന് ചെയ്യണം. അടിച്ചാൽ ഒരു കോൺഗ്രസ്സുകാരനെ മുകളിൽ കൈ ഉയർത്താൻ ഒരുത്തൻ ധൈര്യപ്പെടരുത്, പേടിക്കണം, ഭവിഷ്യത്ത് നോക്കണം. ഈ കോൺഗ്രസ്സുകാർക്ക് CPM BJPക്കാരുടെ അടി മേടിച്ചുകൊണ്ടിരിക്കും. പിന്നെ ആ പാടെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഇങ്ങനെ സത്യസന്ധമായി നമുക്ക് ഫാക്ട് ബേസ്ഡ് സത്യസന്ധം എന്ന് തോന്നായിപ്പോയപ്പോൾ നമ്മളെ പോലുള്ള ആളുകളെ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും ഇന്ന് തെളിവിളിച്ചുകൊണ്ടിരിക്കും. ഇതല്ലേ മതി. നമ്മളൊന്നും മൈൻഡ് ചെയ്യാറില്ല. മൈൻഡ് ചെയ്യുന്നവരെ ചിലപ്പം ഈ മറ്റേ സൈബർ ലിഞ്ചിങ് പേടിക്കുന്നവരത് കണ്ട് പേടിച്ചു എന്ന് വരും. പക്ഷേ അവനിതിലും വലിയ കുട്ടിക്കാലത്ത് ഇതിലും വലിയ സഹിച്ചു വന്ന ആളാണ്. അതുകൊണ്ട് നമ്മളതൊന്നും എഫക്റ്റ് ചെയ്യില്ല. പക്ഷേ കോൺഗ്രസ്സിനെ അടിയിട്ട് തിരിച്ചടിക്കണ്ടേ, ആ ഒരു ധൈര്യം കൊടുക്കണ്ടേ? അതില്ല. ഈ PT തോമസ് പറ്റിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അതേപറ്റി കൂടുതൽ അറിയില്ല, സൗത്തിലായതുകൊണ്ട്. പക്ഷേ അദ്ദേഹം അങ്ങനെ സുധാകരനെ പോലെ ഒരു ഫയറുള്ള നേതാവായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. ഈ നേതാക്കന്മാർക്ക് അടി കിട്ടില്ല. പാവം KSUക്കാരനും യൂത്ത് കോൺഗ്രസ്സുകാരനെ INDC-ക്കാരനും അടി കിട്ടുക. ഒന്നത്. 2, കോൺഗ്രസ്സുകാരനൊരു പ്രശ്നം വന്നാൽ അവന് സാമ്പത്തിക പ്രശ്നം വന്നാൽ എങ്ങനെ CPM വരെ ചെയ്യും. എവിടെന്നെങ്കിലൊക്കെ അവർ പണമൊക്കെ മൊബിലൈസ് ചെയ്യും. പിന്നെ സഹകരണ മേഖല ശക്തമായി കൈയടക്കിക്കൊണ്ട് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ മിക്ക പാർട്ടിക്കാരുടെ കുടുംബങ്ങൾക്ക് ഒരാൾക്കെങ്കിലും ഒരു ജോലി കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ആളുകൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കോൺട്രാക്ട് ബേസിലേക്ക് ആയിട്ട് അങ്ങനെ അവരുടെ കുടുംബത്തെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു കല്യാണത്തിന് ബുദ്ധിമുട്ടുണ്ട്, അത് ആ സിനിമയെ കാണിക്കുന്നില്ലേ പൊന്മാനില്. അവരെന്തെങ്കിലും രീതിയിൽ അവർ സഹായിക്കും. ഇത് നേതാക്കന്മാർ വന്ന് ഇന്നോവയിൽ വന്ന് ചായം കുടിച്ച് പോകുന്നല്ലാതെ. ഈ സൗത്തിലോട്ട് കോൺഗ്രസ് കുറച്ചുകൂടി ഭേദമാണെന്ന് എനിക്ക് തോന്നിയിട്ട്. അത്യാവശ്യം പയ്യന്മാർക്കൊക്കെ
ഞങ്ങളവിടെയൊക്കെ അവർ CPM-ൻ്റെ കോൺഗ്രസിൻ്റെ സാധാരണ സംഘടന അവരുടെ ബന്ധുക്കളായ CPM UIF-കാർ ചെറുപ്പക്കാർക്ക് പണി കൊടുക്കും. അതാണ് രാഘവേട്ടനെതിരെ എന്നാണ് വന്നിട്ടുണ്ട് വലിയ ആരോപണം. ഇവിടെ സൗത്തിലോട്ട് കുറച്ചുകൂടി അവർ അനുയായികളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് സൗത്തിലോട്ട്. മലബാറിൽ അതുമില്ല. അപ്പം ആര് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഉടച്ചു വാക്കണം, താഴെ തട്ടിൽ കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റണം. ഇനി അവർക്ക് എങ്ങനെ കൊടുക്കാനാണ്? കേന്ദ്രഭരണം കയ്യിലുള്ള സമയത്ത് അവർ ചെയ്തിട്ടില്ല, സംസ്ഥാന ഭരണം കയ്യിലുള്ളവൻ ചെയ്തിട്ട് ഇനിയിപ്പോൾ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാൻ? അവർ വീട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കുക. കോൺഗ്രസ് കൊണ്ട് ഓരോരുത്തവൻ ഇഷ്ടം പോലെ കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കൊടുക്കില്ലല്ലോ. ഈ പാർട്ടി കൊണ്ട് ഉണ്ടാക്കിയവരുണ്ട്. ഇപ്പം എൻ്റെ വാപ്പായം പോലെയുള്ള ആളുകൾക്കും വലിയപ്പനം പോലുള്ള ആളുകൾക്ക് അങ്ങോട്ട് കൊടുത്തിട്ടുള്ളൂ, നഷ്ടം വന്നിട്ടുള്ളൂ. അല്ല, അവരൊന്നും കിട്ടാൻ വേണ്ടിയല്ല. ബാക്കി ഉണ്ടാക്കിയവർ ഇഷ്ടം പോലെ ഉണ്ട് ഈ പാർട്ടിയിൽ. പലരും രാഷ്ട്രീയം തുടങ്ങുന്ന സമയത്ത് അവരുടെ ആസ്തി എന്തായിരുന്നു, ഇപ്പം അവരുടെ ആസ്തി എന്തായിരുന്നു ഒന്നാലോചിച്ചു. അവിടെയാണ് CPM-ൻ്റെ ഒരു ദോഷം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ പൊതുവേ ഉണ്ടായ ഒരു സാമ്പത്തികമായിട്ട് സമൂഹത്തിൽ ഉണ്ടായ മെച്ചത്തിനാണ് CPM-ൻ്റെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ആ പാർട്ടി എല്ലാവരെയും സഹായിച്ചിട്ടുണ്ട്. അത് നേതാക്കന്മാർ മാത്രമല്ല, സാധാരണക്കാരൻ്റെ മക്കൾ ഇപ്പോൾ ലണ്ടനിലൊക്കെ പോയി പഠിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ്റെ മക്കൾ മാത്രമൊന്നുമല്ല. അത് അവരുടെ സിസ്റ്റം ഉണ്ട്. അത് ആ സിസ്റ്റം കോൺഗ്രസിന് ഉണ്ടാക്കാമായിരുന്നു. ഒരു 90-കളിലെങ്കിലും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവർക്കുണ്ടായിരുന്നു അത്. പക്ഷേ ചെയ്തില്ല. ആ ചെയ്ത കർണാനെ പിടിച്ച് പുറത്താക്കി, മാധവ് സിംഗ് സോളങ്കിനെ പിടിച്ച് പുറത്താക്കി ഗുജറാത്ത് CPM തീർന്നു, കർണാനെ പിടിച്ച് പുറത്താക്കി കേരളത്തിൽ തീർന്നു. പിന്നെ എന്തുകൊണ്ട് കുറച്ചാൽ നിന്നു എന്ന് വെച്ചാൽ കർണാടകൻ ഉണ്ടാക്കിയൊരു സ്വാധീനമുണ്ട്. അത് കുറച്ചാൽ അങ്ങനെ തന്നെ. ഇപ്പം നായർ, ക്രിസ്ത്യൻ, ആ ഒരു മുസ്ലിം ഐക്യം. പിന്നെ ഉമ്മൻചാണ്ടി സാർ അത് കുറച്ച് പരിപാലനം ചെയ്തു. ഇവർ രണ്ടും തീർന്നോടുകൂടി സാധനം തീർന്നു, പരിപാലിച്ചു. ഇപ്പം ഇല്ല സാധനം. അതുകൊണ്ട് ആര് വന്നാലും അതിനേക്കാൾ ഒരു AI-നെ പിടിച്ചവിടെ വെക്കുന്നു. നമ്മിനാർക്കും ബുദ്ധിമുട്ടില്ല. ഇതിൻ്റെ ഒരു പേരും കൊടുക്കുക, മുഹമ്മദ് ഇമ്മാനുവേൽ പീതാംബരൻ എന്ന് പേരും കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഹാപ്പി. എന്നിട്ട് ഇപ്പം നായർ ഓൾറെഡി ഉണ്ടല്ലോ KPCC ഇതായിട്ട്, പ്രതിപക്ഷ നേതാവായിട്ട്. അങ്ങനെയാണ്, ആർക്കും പ്രശ്നമില്ല. ഈ സമുദായങ്ങൾ നിങ്ങളെ പേടിക്കുന്നത് അല്ല നിങ്ങളെ കൂടെ നിൽക്കുന്നത് നിങ്ങളെ കൊണ്ട് അവർക്ക് ഗുണമുള്ളത് കൊണ്ടാണ്. നിങ്ങളെ കൊണ്ട് ഗുണമില്ലെങ്കിൽ പിന്നെ അപ്പോൾ ഗുണം ഉണ്ടെങ്കിൽ വയലാരവി ആയിക്കഴിഞ്ഞാലും പ്രശ്നമില്ല, ആളുകൾ വോട്ട് ചെയ്യും. സതീശനായാലും പ്രശ്നമില്ല, ആര്യാടനായാലും കുഴപ്പമില്ല, ചാണ്ടിയുമ്മനായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു കൊടുക്കാൻ പറ്റണം. ഇതല്ല നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഏതെങ്കിലും പേരാനെ പിടിച്ച് അവിടെ നിർത്തി വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതിൽ നല്ലൊരു AI-നെ അവിടെ പിടിച്ച് നിർത്തുന്നതാണ്. കൃത്യമായ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. മനുഷ്യന് ഏറ്റവും കൃത്യമായിട്ട് ഇതിനെ അവിടെ ബൂത്ത് സമ്മേളനങ്ങൾ നടന്നോ, മണ്ഡല സമ്മേളനങ്ങൾ നടന്നോ, ജില്ലാ കമ്മിറ്റി എന്നും കൂടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ AI കൃത്യമായി നോക്കിക്കോളൂ. പേരും കൊടുത്താൽ മതി. ആൻഡ്രോയിഡ് കുഞ്ഞച്ചൻ എന്ന് പറയുന്ന പോലെ മുഹമ്മദ് ഇമ്മാനുവേൽ പീതാംബരൻ. ഇതിലൊരു പച്ച കസേര, പിന്നെ ക്രിസ്ത്യൻസിൻ്റെ ഒരു കളർ, ക്രിസ്ത്യൻസിന് പ്രത്യേകിച്ച് കളറൊന്നുമില്ലല്ലോ. പച്ച കസേര, അതുപോലെ വണ്ടി, ഒരു മഞ്ഞ കളർ വണ്ടി. ഇതിന് ഇടയ്ക്കിടയ്ക്ക് മഞ്ഞക്കണ്ണിന് വണ്ടി വെള്ളാപ്പള്ളിനെ കാണാൻ പോവുക. പിന്നെ പച്ചക്കളർ, ഈ മീഡിയന് വേണ്ടി പച്ചക്കളർ ഇതിലിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ബൈബിളിൽ 1-2 വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. മതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.